ദൈവനാമമഹത്വത്തിന് ഇടയായി തീരട്ടെ. ഈ രാവിലെ സമയം നമുക്കൊന്നിച്ച് ദൈവസേനയിലായിരിക്കാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം നൽകിയ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വരുന്നതെല്ലാം ആത്മീയ സമ്പന്നതയെക്കുറിച്ചാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയമായി ദൈവവിഷയത്തിൽ സമ്പന്നരായി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം ഒരുക്കുന്ന നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 121 ഒന്നാമത്തെ വാക്യം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ദൈവഭക്തനായ ദാവീദിൻ്റെ ഒരു ചോദ്യമാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം. ഈ രാവിലെ സമയം നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് സഹായം ആവശ്യമാണ്. ആ ദൈവത്തെ കണ്ടെത്തുവാൻ തക്കവണ്ണം ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഒരുപക്ഷെങ്കിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹായത്തിനായി മറ്റുള്ളവരിലേക്ക് നോക്കാറുണ്ട്, ചുറ്റുപാടുകളിലേക്ക് നോക്കാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കാറുണ്ട്, നമ്മുടെ അധികാരികളെ നോക്കാറുണ്ട്, സഭാ നേതൃത്വത്തെ നോക്കാറുണ്ട്, നമ്മുടെ മക്കളെ ആശ്രയിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ആശ്രയം, നമ്മുടെ കണ്ണ് ഉയർത്തേണ്ടിടത്തേക്ക് നാം ഉയർത്തുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ കണ്ണ് ഉയർത്തേണ്ടത് ഉയരത്തിലേക്കാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളതത്രേ അന്വേഷിപ്പിൻ. നമ്മൾ ചിന്തിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും സ്വർഗത്തിലേക്കുള്ളതാണ്. ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ സഹായം ദൈവത്തിലേക്ക് നോക്കുകയാണ്. എൻ്റെ സഹായം വരുന്ന പർവ്വതമായ യഹോവയിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് നോക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവാണ്. ഒരു രാജാവിനെ സംബന്ധിച്ച് സഹായത്തിൻ്റെ ആവശ്യമില്ല. സമ്പന്നതയിൽ, ഭൗതികത്തിൽ, ആഡംബരങ്ങളിൽ ഒക്കെ വളരെ ശ്രേഷ്ഠനായിരിക്കേണ്ട ഒരു വ്യക്തിയാണ് രാജാവ്. രാജാവിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയുമാണ്. പക്ഷേ ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മീയ സഹായമാണ് നമുക്ക് ആവശ്യം. ഈ ഭൂമി നമുക്കെല്ലാം ഉണ്ട്, ഭൗതിക നന്മകളുണ്ട്, പക്ഷെ നമുക്ക് ജീവിക്കാം. പക്ഷേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് കൈപിടിച്ച് നയിക്കുന്നത് ദൈവിക സഹായമാണ്, ആത്മീയ സഹായമാണ്. ആ സഹായത്തിനായിട്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുന്ന 4 വ്യത്യസ്തമായ പർവ്വതങ്ങളെക്കുറിച്ചാണ്. ബൈബിളിൽ അനേക പർവ്വതങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ പർവ്വതത്തെയും ഓരോ ആശയത്തെ അല്ലെങ്കിൽ ഓരോ പശ്ചാത്തലത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. ഇവിടെ നാം ആദ്യമായി ചിന്തിക്കുന്നത് അബ്രഹാം തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോയ മോറിയ മലയെക്കുറിച്ചാണ്. ഈ മോറിയ മലയെക്കുറിച്ച് നമുക്കറിയാം, പിൽക്കാലത്ത് ശലോമോൻ്റെ അതിമനോഹരമായ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ യെരുശലേം ദൈവാലയം പണി കഴിപ്പിച്ചത് മോറിയ മലയുടെ നെറുകയിലാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാം തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കേണ്ടി വന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ യാഗം കഴിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് അതിനുവേണ്ടി ഒരുങ്ങിയ സ്ഥലത്താണ് പിൽക്കാലത്ത് അതിമനോഹരമായ യെരുശലേം ദൈവാലയം പണിയപ്പെടുവാനിടയായി തീർന്നത്. ഇവിടെ നാം കാണുന്നത് മോറിയ മലയെക്കുറിച്ചാണ്. സഹായം വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. നമുക്കൊന്ന് പരിശോധിക്കാം. അബ്രഹാം തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോകുകയാണ്. പ്രാർത്ഥിക്കുവാനാണ്, ആരാധിക്കുവാനാണ് ആഗ്രഹമുണ്ട്. ഈ മകനെ ഭവനത്തിൽ നിന്ന് എങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു, അതുപോലെ തന്നെ തിരിച്ച് അവനെ അവൻ്റെ അമ്മയുടെ പക്കൽ ഏൽപ്പിക്കേണ്ട ധാർമ്മികത ഒരു പിതാവെന്ന നിലയ്ക്ക് അബ്രഹാമിനുണ്ട്. നമുക്കറിയാം, അബ്രഹാം ഉത്തരവാദിത്തമുള്ള ഒരു അപ്പനാണ്, വളരെ വിശ്വസ്തനായ ഒരു പിതാവാണ്. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച ദൈവഭക്തനായ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുക. അബ്രഹാമിൻ്റെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലും ദൈവം അബ്രഹാമിനെ സഹായിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തൻ എന്ന പേര് ഇതിനോടകം അബ്രഹാം സമ്പാദിച്ചു കഴിഞ്ഞു. താൻ ചർച്ചക്കാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് ദൈവം കാണിപ്പാൻ ദേശത്തേക്ക് കണ്ണുമടച്ച് ദൈവത്തെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ഒരു പൊട്ടനെ പോലെ, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണം പറയാം, ലോകം വേണമെങ്കിൽ പൊട്ടനെന്നോ അല്ലെങ്കിൽ ഒരു മണ്ടനെന്നോ പറയും, അത് ആ നിലയിൽ അബ്രഹാം ഇറങ്ങി തിരിച്ചു. അബ്രഹാം വിശ്വസ്തനായ ദൈവത്തിൽ പ്രത്യാശ വെച്ചു. അതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. പലപ്പോഴും പ്രിയ ദൈവമക്കളെ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ജനങ്ങൾ നമ്മളെ മണ്ടന്മാരായിട്ട് കാണും, അല്ലെങ്കിൽ വിഡ്ഢികളായിട്ട് കാണും. പക്ഷെങ്കിൽ അതിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ഉത്തരവാദിത്തത്തെ ദൈവം വിളിച്ച സ്ഥാനത്ത് പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് അബ്രഹാം ചെയ്തത്.
അബ്രഹാമിനെ നമുക്കറിയാമല്ലോ. ഏതാണ്ട് 75 വയസ്സുള്ളപ്പോൾ കൽദയരുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. ദൈവ വിളി കേട്ട മാത്രയിൽ തന്നെ നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ വിട്ട് ചാർച്ചക്കാരെ വിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി അബ്രഹാം ഇറങ്ങിത്തിരിക്കുകയാണ്. ദൈവമേ, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ എവിടെയാണ് പാർക്കേണ്ടത്? എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ആരെന്നെ സഹായിക്കും? ആരെനിക്ക് ഭക്ഷണം തരും? ഇതൊന്നും അബ്രഹാം ചോദിച്ചില്ല. പക്ഷെ ദൈവത്തെ അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് വളർച്ചയെ പരിശോധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വർഷങ്ങൾ പിന്നിടുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കേണ്ട, നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തേണ്ടുന്ന ഒരു നിർണായക നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾ എപ്രകാരമായിരിക്കും പ്രതികരിക്കേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? നമ്മുടെ പ്രത്യാശയൊന്ന് വെളിവാക്കണം. ചിലപ്പം വേദനകൾ, നിരാശകളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ പ്രത്യാശയൊന്ന് വെളിവാക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ നാം അതെങ്ങനെയായിരിക്കും വെളിപ്പെടുത്തുന്നത്? ഈ രാവിലെ സമയം ചിന്തിക്കണം. അബ്രഹാമിലേക്ക് നമുക്ക് കടന്നു വരാം. അബ്രഹാമിനെ ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ പുത്രൻ, വേറൊരു മകൻ ജനിക്കാൻ സാധ്യത അബ്രഹാമിനില്ല. വേറൊരു മകനെ തരാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷേ അബ്രഹാമിന് ദൈവം 100-ാമത്തെ വയസ്സിൽ കൊടുത്ത തൻ്റെ മകനാണ് ഇസഹാക്ക് എന്ന് പറയുന്ന ആ ഓമനപുത്രൻ. ആ മകനെ മോറിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കാൻ ദൈവം അബ്രഹാമിനോട് പറയുന്നതിന് കാരണം, നീ നിന്റെ മകനെയാണോ എന്നെയാണോ സ്നേഹിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്. പലപ്പോഴും ദൈവത്തെക്കാൾ ഉപരി മക്കളെ സ്നേഹിക്കുന്നവരുണ്ട്, സമ്പത്തിനെ സ്നേഹിക്കുന്നവരുണ്ട്, ജോലിയെ സ്നേഹിക്കുന്നവരുണ്ട്, പദവികളെ സ്നേഹിക്കുന്നവരുണ്ട്, സമൂഹത്തെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ നാം ആരെയാണ് സ്നേഹിക്കുന്നത് എന്ന് വെളിപ്പെടുത്തേണ്ടുന്ന ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ട് എന്ന കാര്യം മറക്കരുത്. പ്രത്യേകിച്ച് നാം ഈ ജീവിക്കുന്ന ലോകം വളരെ വളരെ അപകടകരമായ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. കാരണം ലോകം അതിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലെത്തി നിൽക്കുകയാണ്. പക്ഷെങ്കിൽ ആർക്കും ആരെയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വരുന്നു. മക്കൾ പോലും, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലോ ആരാധിക്കുന്ന പള്ളിയിലോ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലോ സുരക്ഷിതരല്ല എന്ന് നമുക്കറിയാം. കാരണം ഏതു സമയത്തും നമ്മുടെ കുഞ്ഞുങ്ങൾ പാർക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മുടെ കാലിന് കീഴെ ബോംബ് സ്ഫോടനം സംഭവിച്ചേക്കാം. അത്രമാത്രം സുരക്ഷിതത്വമില്ലാത്ത ഒരു സമയത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ നമ്മുടെ വിശ്വാസത്തെ, ദൈവത്തിലുള്ള ആശ്രയത്തെ എങ്ങനെ പോകുന്നു എന്ന് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം പ്രിയ ദൈവമക്കളെ ഈ രാവിലെ സമയം മറക്കരുത്. അബ്രഹാമിന് ദൈവം പറയുകയാണ് മകനെ കൊണ്ടുപോകണം. അബ്രഹാം സാറയായിട്ട് കൺസൾട്ട് ചെയ്തില്ല. നമ്മളാണെ പലപ്പോഴും സാറായി വിളിച്ചു ചോദിക്കും. നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ചാർച്ചക്കാരോട്, നമ്മുടെ നാട്ടുകാരോട്, അയൽക്കാരോടൊക്കെ കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് അതിനകത്തുനിന്ന് അതിൻ്റെ ശരിയായ വരും വരാഴികകളെ മനസ്സിലാക്കി മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. പക്ഷേ അബ്രഹാം അങ്ങനെ ചെയ്തില്ല. അബ്രഹാം സാറായോടൊന്നും പറഞ്ഞില്ല. അബ്രഹാം തൻ്റെ മകനെ തൻ്റെ കൂട്ടത്തിൽ തന്നെ കിടത്തി അതിരാവിലെ എഴുന്നേറ്റ് ആ മകനോട് പറയുകയാണ്, നമുക്ക് പോയി ആരാധന കഴിക്കാം. ഒരുപക്ഷെങ്കിൽ മകൻ ചിന്തിക്കും, എന്താണ് പിതാവേ, അപ്പ നമുക്ക് ആരാധന ഇവിടെ കഴിക്കരുതോ? എന്തിനാണ് ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും ബന്ധപ്പെട്ട് പോകുന്നത് എന്ന് മകൻ ചോദിച്ചു കാണും. പക്ഷേ അബ്രഹാം പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ ആരാധന, അല്ലെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ ആരാധന, അല്ലെങ്കിൽ ഈ മാസത്തിലെ നമ്മുടെ ആരാധന മോറിയ മലയിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം എവിടെ പാർത്താലും ദൈവത്തെ ഏത് പശ്ചാത്തലത്തിലും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പശ്ചാത്തലങ്ങളുടെ മുഖത്തും ദൈവത്തെ ആരാധിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ് എന്ന കാര്യം മറക്കരുത്. ആത്മീയം ഉണ്ടാകുന്നത് മാതാപിതാക്കളുടെ കൂടെ ജീവിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ സ്വന്തം നാട്ടിൽ താമസിക്കുമ്പോഴല്ല. ഒരുപക്ഷെങ്കിൽ നമ്മൾ കേൾക്കാത്ത, കാണാത്ത ജനങ്ങളുടെ ഇടയിൽ നമ്മൾ പോകേണ്ടി വരും. കേൾക്കാത്ത ഭാഷകൾ കേട്ടെന്ന് വരും. പക്ഷേ അവരുടെയൊക്കെ നടുവിൽ ഒരു അവിശ്വാസിയെപ്പോലെയല്ല, മറിച്ച് ഒരു വിശ്വാസിയെപ്പോലെ നമ്മുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. ലോത്തിന് എന്താണ് സംഭവിച്ചത്? ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ വളരെ ശക്തനാണ്. പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്, മുടങ്ങാ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അബ്രഹാമിൽ നിന്ന് അകന്ന് കൂടാരം മാറ്റി മാറ്റി അടിച്ച് സോദോമിലേക്ക് എത്തി. സോദോമിലെ ജനങ്ങൾ മഹാവഷളന്മാരായിരുന്നു. അവിടെ ആരും തന്നെ കാണുന്നില്ല, തന്നെ അറിയാവുന്നവരാരുമില്ല. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. കാരണം ഞാൻ പാസ്റ്ററിനെ ഇന്നടത്ത് കണ്ടു,
അല്ലെങ്കിൽ ഞാൻ ആ വിശ്വാസി ഇന്നടത്ത് കണ്ടു എന്നൊരു വ്യക്തി നമ്മെക്കുറിച്ച് പറയത്തില്ല. കാരണം അവിടെ തികച്ചും അപരിചിതനാണ്. ദൈവമില്ലാത്ത ഒരു നാട്ടിലാണ് ലോത്ത് ചെന്നെത്തിയത്. അവിടെ ലോത്ത് ദൈവമില്ലാത്തവനായി ജീവിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ എവിടെ ഏത് പശ്ചാത്തലങ്ങളിലും ദൈവത്തെ ആരാധിച്ച് ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ് എന്ന് തെളിയിക്കേണ്ട ധാർമ്മികത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട് എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് അബ്രഹാം അവരോട് പറഞ്ഞു, നമുക്കിന്ന് മോറിയാമലയിലേക്ക് പോകാം. അങ്ങനെ അവർ ഇരുവരും യാത്ര ചെയ്തു. പശ്ചാത്തലം നിങ്ങൾക്കറിയാം. കൂടെ ദാസന്മാരുണ്ട്. സാറായിയോട് പറഞ്ഞു, ഞങ്ങൾ പോയി വരാം, നീ സമാധാനത്തോടെ ഇവിടെ ഇരിക്കുക. സാറായിക്ക് ചിന്തയാണ് മകനെക്കുറിച്ച്. കാരണം സാറായുടെ 90-ാമത്തെ വയസ്സിലാണ് ഈ മകൻ ജനിച്ചത്. നാട്ടുകാർ, വീട്ടുകാർ, ദേശക്കാർ പറഞ്ഞു സാറായിക്ക് ഇനി ഒരു മകൻ ഉണ്ടാകത്തില്ല, സാറായുടെ ഗർഭപാത്രം നിർജീവത്വമായി പോയി. എന്നിട്ടും ദൈവം വാഗ്ദത്തത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ പ്രത്യുപകാരമായിട്ട് വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത മകനാണ് അതെ ഇസഹാക്ക്. ഇനിയൊരു മകൻ ജനിക്കുവാൻ സാധ്യതയില്ല എന്ന് സാറായിക്കറിയാം. സാറാ സമാധാനത്തോടെ ഇരിക്കുകയാണ്. അവർ രണ്ടുപേരും പോയി. 3-ാമത്തെ ദിവസം ദൂരേന്ന് മോറിയാമല കണ്ടു. ആ മോറിയാമല കണ്ടിട്ട് അവിടെ നമുക്കറിയാം, ആ ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ആ മലയുടെ മുകളിലാണ് ആരാധന കഴിക്കേണ്ടത്. അബ്രഹാം തൻ്റെ മകൻ്റെ ചുമലിൽ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്. പക്ഷേ മകനൊരു സ്വാഭാവികമായ ഒരു സംശയം, അപ്പച്ച നമ്മൾ പോകുന്ന ആരാധിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അപ്പച്ചൻ മറന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പച്ചനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പച്ച വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, അപ്പച്ചൻ്റെ കയ്യിൽ യാഗമൃഗത്തെ കെട്ടുവാൻ തക്കവണ്ണം കയറുണ്ട്. പക്ഷേ അപ്പച്ച എവിടെയാണ് യാഗമൃഗം? എവിടെയാണ് യാഗമൃഗം? മകൻ്റെ ചോദ്യം അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഒരു ശക്തമായ ഒരു കുത്ത് ഉളവാക്കിയെങ്കിലും അബ്രഹാം പറഞ്ഞു, മകനെ ദൈവം കരുതും. അങ്ങനെ മോറിയാമലയിലെത്തി, വിറകെടുക്കി. അബ്രഹാം ചുറ്റുപാടും കണ്ണോടിച്ച് ഒന്നും കണ്ടില്ല. കൈകൂപ്പി ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, 100-ാമത്തെ വയസ്സിൽ എനിക്കുണ്ടായ ഒരു മകനാണിവൻ, ഇവനെ ഞാൻ യാഗം കഴിക്കാൻ പോവുകയാണ്. അബ്രഹാം മകനെ എടുത്ത് വിറകിന്മേൽ കിടത്തി കൈകാലുകൾ കെട്ടി. പിതാവിനെ മകൻ തടഞ്ഞില്ല. നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് ചിന്തിച്ച് മകൻ കിടക്കുകയാണ്. അബ്രഹാം തൻ്റെ അരയിൽ നിന്ന് കത്തി വലിച്ചൂരിയെടുത്തു. ബാലനെ വെട്ടുവാൻ തക്കവണ്ണം കൈ ഉയർത്തിയപ്പോൾ, അബ്രഹാമേ, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ദൈവം പറയുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അബ്രഹാമിന് അല്പം പോലും ആശങ്കയുണ്ടായിരുന്നില്ല. മകനെ യാഗം കഴിക്കുവാൻ മടിയില്ലായിരുന്നു. ദൈവമാണ് എനിക്ക് വലിയവൻ, എൻ്റെ മകനേക്കാൾ വലിയവൻ എനിക്ക് ദൈവമാണ്, ഞാൻ എൻ്റെ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത് എന്ന് അബ്രഹാം തെളിയിച്ചു. ദൈവശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റനെ കണ്ടു. ഈ മോറിയാമല വിളിച്ചറിയിക്കുന്ന സന്ദേശം, ദൈവം കരുതും, ഗോഡ് വിൽ പ്രൊവൈഡ്. ഈ രാവിലെ സമയം നമ്മുടെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നത്, ദൈവം പർവ്വതവാസിയാണ്, ഉയരങ്ങളിൽ വസിക്കുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇതെല്ലാം. പർവ്വതങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും അതേ കുന്നുകൾ മുട്ടാടുകളെപ്പോലെയും നമ്മുടെ ദൈവത്തിന് മുമ്പിൽ വിറയ്ക്കുകയാണ്. നമ്മുടെ ദൈവം സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ആ ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി എൻ്റെ ദൈവം കരുതും എന്ന് ചിന്തിക്കുവാൻ ഈ രാവിലെ സമയം നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ പ്രിയ ദൈവമക്കളെ? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ദാവീദ് അതുകൊണ്ടാണ് ദാവീദിനെ കണ്ണ് ഉയർത്തുന്നത്. സഹായം വരുന്ന പർവ്വതമാണ് മോറിയാമല. അവിടെ അത് ദൈവം കരുതുന്ന പർവ്വതമാണ്. ജീവിതത്തിൽ നിരാശയിലും ദുഃഖത്തിലും വേദനയിലും അതേ നെട്ടോട്ടം ഓടുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, ദൈവം കരുതുന്ന ദൈവമാണ്. ദൈവം നമ്മെ അനാഥനായി വിടുവാനല്ല വിളിച്ചത്, ശൂന്യനായി വിടുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മളെ അനുഗ്രഹിക്കുവാനാണ്, നമ്മുടെ പേര് വലുതാക്കാനാണ്, നമ്മുടെ പശ്ചാത്തലത്തെ മാറ്റുവാനാണ്, നമ്മുടെ മുഖഛായ മാറ്റിമറിച്ച് ദേശത്തിൽ ഞാൻ നിന്നെ വാലുള്ള തലയാക്കും എന്നുള്ള വാഗ്ദത്തം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിവർത്തിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന കാര്യം മറക്കരുത്. 2-ാമത് കർമ്മേൽ പർവ്വതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ബാലിൻ്റെ 450 പ്രവാചകന്മാർ, ബാലിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം വലിയ ജനം. ഇസ്രായേൽ രാജ്യമായിരിക്കുന്ന വടക്കേ രാജ്യത്തിൽ ആദ്യമായി ബാലിൻ്റെ ആരാധന കൊണ്ടുവന്നത് ഇസബേലാണ്. ഇസബേലിൻ്റെ ഭർത്താവാണ് ആഗാബ് എന്ന് പറയുന്ന രാജാവ്. ആ ഇസ്രായേൽ ജനത്തെ മുഴുവൻ തെറ്റായ ആശയത്തിലേക്ക്, ദുരുപദേശത്തിലേക്ക്, അവരെ ഒരു കൺഫ്യൂഷനിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന രാജാവാണ് ആഗാബ് രാജാവ്. ആഗാബ് രാജാവിന് മുമ്പിൽ എലിയ പ്രവാചകൻ എന്ന് പറയുന്ന ശക്തനായ ധീരനായ പ്രവാചകൻ
ഒരു യാഗം കഴിക്കാൻ പോകുകയാണ്. ആദ്യത്തെ യാഗം നമ്മൾ കണ്ടു, മകനെയാണ്. ഇവിടെ മകനെയല്ല യാഗം കഴിക്കേണ്ടത്, ജീവിക്കുന്ന ദൈവം ആരാണ് തെളിയിക്കുകയാണ്. ചെന്നൈ പട്ടണത്തിലാണ് നാം പാർക്കുന്നത്. എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഏതാണ്ട് 20 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഭയങ്കരമായ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ചെന്നൈ. ദൈവത്തെ അറിയാത്ത, ഇടം കൈ വലം കൈ അറിയാത്ത ധാരാളം ജനങ്ങൾ ഈ ചുറ്റുപാടുകളിലുണ്ട്. അതുപോലെ താമസിക്കുന്ന കേരളത്തിലായാലും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഓരോ പട്ടണങ്ങളിൽ തിങ്ങിപ്പാർക്കുന്നുണ്ട്. പക്ഷേ അവരുടെ മുമ്പിൽ ജീവനുള്ള ദൈവത്തെ ഉയർത്തിപ്പിടിക്കുക, ജീവനുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുക, ആ ഒരു വെല്ലുവിളിയുടെ അതേ സമയത്തിൽ ഞാൻ നിങ്ങളും എത്തി നിൽക്കുകയാണ്. ജനങ്ങൾ ആരാണ് ദൈവം, എവിടെയാണ് ഉയർച്ച, എവിടെയാണ് അനുഗ്രഹം, എവിടെയാണ് വിടുതൽ എന്ന് ചിന്തിച്ച് ജനങ്ങൾ പരക്കം പായുമ്പോൾ അനേക ആൾ ദൈവങ്ങൾ, ഞാനാണ് ദൈവം, ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞ് അനേക മജീഷ്യന്മാർ രംഗപ്രവേശനം ചെയ്യുമ്പോൾ, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുമ്പോൾ, കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നിർബന്ധിതരാകേണ്ട ഒരു പ്രത്യേക ജനമാണ് ഞാൻ നിങ്ങളെന്ന കാര്യം മറക്കരുത്. കർമ്മേലിൽ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് ബാലിൻ്റെ 450 പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി. കാഴ്ചക്കാരായി ആ ദേശത്തിലെ അനേകരെ വിളിച്ചു വരുത്തി. ആരാണ് ദൈവമെന്ന് നമുക്ക് തെളിയിക്കാം. അങ്ങനെ അതേ ഒരു സന്ദർഭത്തിൽ അവരെ എത്തി നിൽക്കുകയാണ്. ആദ്യത്തെ ഊഴം എന്ന് പറയുന്നത് ബാലിൻ്റെ പ്രവാചകന്മാർക്കുള്ള ഊഴമാണ്. കാരണം ആകാശം തീയിറങ്ങി നിങ്ങളുടെ യാഗവസ്തു ദഹിപ്പിക്കണം, ദഹിച്ചു കഴിഞ്ഞാൽ ആ തീയിറങ്ങി ദഹിപ്പിക്കുന്ന അവനാണ് ദൈവം, അല്ലെങ്കിൽ അവനാണ് യഥാർത്ഥമായ ദൈവം. അതാണ് ഏലിയ വെച്ചിരിക്കുന്ന അടയാളം. അങ്ങനെ ബാലിൻ്റെ പ്രവാചകന്മാർ ഒത്തുകൂടി ആകാശ തീയിറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ബാലേ ബാലേ ഉത്തരമരണം, എൻ്റെ പൊന്നു ബാലേ നീ ഞങ്ങളെ മറക്കരുതേ എന്ന് പറഞ്ഞ് ബാലിനെ വിളി തുടങ്ങി. രാവിലെ മുതൽ ഉച്ചവരെ വിളിച്ചു, ബാല് ഉത്തരമരളിയില്ല. ഏലിയ അവരെ ധൈര്യപ്പെടുത്തി, നിങ്ങൾ വിളിക്കൂ, നിങ്ങളുടെ ദൈവം യാത്രയിലാണ്, ഒരുപക്ഷെങ്കിൽ അവൻ ഉറക്കത്തിലാണ്, ഒരുപക്ഷെ അവൻ ബാത്റൂമിലായിരിക്കും, നിങ്ങൾ നിങ്ങളുടെ ദേവനെ വിളിക്കാൻ പറഞ്ഞു. അവർ ബാലേ ബാലേ എന്ന് വിളിച്ചു, പക്ഷെങ്കിൽ ബാൽ ഉത്തരമരളിയില്ല. ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുവാൻ മണിക്കൂറുകളുടെ ആവശ്യമില്ല, ദിവസങ്ങളോളം ആവശ്യമില്ല, അതിന് മാസങ്ങളോ വർഷങ്ങളോ ചെലവഴിക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ എൻ്റെ ദൈവമേ ഞാനൊരു പാപിയാണ്, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണം എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്ന മാത്രയിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവർ മാറി, അവരുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചു, അവർ ചോര അതേ ശരീരത്തുകൂടെ ഒഴുക്കി. ചോര കണ്ടിട്ട് അവരുടെ ദേവൻ പ്രസാദിച്ചില്ല. ഏലിയാവ് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് നമുക്കറിയാം. യാഗപീഠത്തിന്മേൽ വിറകടുക്കി ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി ഏലിയാവ് അതിൻ്റെ ചുറ്റും പരിശോധിച്ചു. എല്ലാ കല്ലുകളും കൂട്ടിവെച്ച് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ആ യാഗപീഠത്തെ പണിതുറപ്പിച്ചു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിയാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് ഇടിഞ്ഞു പോയത്? സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ, സഹോദരിയായിട്ടുള്ള ബന്ധത്തിൽ, വസ്തുസംബന്ധമായ വിഷയത്തിൽ, തർക്കത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ചില പെരുമാറ്റത്തിലൊക്കെ നമ്മുടെ അതേ കൃപ അല്ലെങ്കിൽ നമ്മുടെ യാഗപീഠത്തിൻ്റെ കല്ലുകൾ ഇടിഞ്ഞുപോയി. ആ കല്ലുകൾ പെറുക്കിയെടുത്തു. ഒരു കല്ല് കർമ്മേൽ താഴെ കെരീത്തിലാണ് കിടക്കുന്നത്, അവിടുന്ന് പെറുക്കിയെടുത്തു. ഒന്ന് കെദ്രോൻ തോട്ടിലാണ്, അവിടുന്ന് പെറുക്കിയെടുത്തു. യാഗപീഠം നന്നാക്കി. അവിടെ മൃഗത്തെ നമുക്കറിയാം, കാളയെടുത്തു, തോലുരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാള, ഏത് കാളയുടെ കളർ പറയാനൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ മുഖപക്ഷമില്ലാത്ത ദൈവം. നിറം നോക്കിയല്ല, സൈസ് നോക്കിയല്ല, പശ്ചാത്തലം നോക്കിയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. മുഖപക്ഷമില്ലാത്ത ദൈവം. നാം എല്ലാവരും ദൈവത്തിന് സന്നിധിയിൽ ഒരുപോലെയാണ്. യാഗമൃഗത്തിൻ്റെ തോലുരിച്ചു എന്ന് പറഞ്ഞാൽ പഴയതെല്ലാം കളഞ്ഞു, പുതിയൊരു അനുഭവം. യാഗമൃഗത്തെ അതേ കഷ്ണമാക്കി മാറ്റി, കണ്ണമാക്കി മുറിച്ചു എന്ന് പറഞ്ഞാൽ നുറുക്കപ്പെട്ട അനുഭവം. ഹൃദയം നുറുങ്ങിയ യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെയും രക്ഷിക്കുന്നു. നാം ദൈവസന്നിധിയിൽ നുറുങ്ങുന്ന ഹൃദയത്തിന് ഉടമയാണോ? അവിടെ ദൈവം പ്രവർത്തിക്കുന്ന യാഗമൃഗത്തെ കണ്ണമായി മുറിക്കും. ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇസ്രായേലിന്റെ ദൈവമേ, നിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞാനിവിടെ ആയിരിക്കുന്നു പറഞ്ഞ മാത്രയിൽ ഒരു ഭയാനകമായ തീ ഇറങ്ങി അതേ ഏലിയാവിൻ്റെ യാഗമൃഗത്തെ ദഹിപ്പിച്ചു. ഏലിയാവിൻ്റെ ദൈവമാണ് സാക്ഷാൽ ദൈവം, യഹോവയായ ദൈവം, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സകലത്തിൻ്റെയും സൃഷ്ടിതാവും സകലത്തിൻ്റെയും പരിപാലകൻ ഏലിയാവിൻ്റെ ദൈവമാണ് എന്ന് എല്ലാവരും കവണ്ണ വീണ് സമ്മതിച്ചു. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത സ്ഥലമാണ് കർമ്മേൽ പർവ്വതം. നാം മൂന്നാമതായിട്ട് കാണുന്നത് സീനായി മലയെക്കുറിച്ചാണ്.
സീനായി മലയെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? ലോകത്തിലെ സകല മനുഷ്യർക്കും ജീവിക്കുവാൻ തക്കതായ ദൈവത്തിൻ്റെ സാൻമാർഗിക നിയമങ്ങൾ ദൈവം കൊടുത്ത സ്ഥലമാണ് ഹോരേബ് അഥവാ സീനായി എന്ന് പറയുന്ന പർവ്വതം. അവിടെ ദൈവം മോശയുമായി സമ്പർക്കത്തിലാണ്. ഏറിയ നാൾ, ഏതാണ്ട് 40 രാവ് 40 പകല് മോശ ചെലവഴിച്ചു സീനായി പർവ്വതത്തിൽ, ഹോരേബിൽ ചെലവഴിച്ചു. ആ മോശയുടെ ത്വക്ക് പ്രകാശിച്ചവനായി വരുന്നു. ആ മോശ അനുഗ്രഹിക്കപ്പെട്ടവനായി വരുന്നു. കയറിപ്പോയ മോശയല്ല തിരിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക അധികാരമുള്ളവനായി, പ്രത്യേക തേജസ്സുള്ളവനായി, പ്രത്യേക ശക്തിയുള്ളവനായി, സകല മനുഷ്യർക്കും ന്യായപ്രമാണ ദാതാവ് എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു വലിയ വിശുദ്ധമായ പ്രമാണം അവൻ്റെ കയ്യിൽ ദൈവം കൊടുത്തു. അതാണ് ഹോരേബ് പർവ്വതം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങൾക്ക് ഉയർത്തുന്നു. 4-മതായിട്ട് കാൽവറി മല. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശുവിനെയാണ് പ്രദാനം ചെയ്യുന്നത്. സകല മനുഷ്യൻ്റെയും രക്ഷാ പദ്ധതി അവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്, അവിടെയാണ് പൂർണ്ണമാകുന്നത്. പിശാചിൻ്റെ തലയെ തകർത്ത് സർവശക്തനായ ദൈവം, അതേ ഉലകത്തിൻ്റെ ദൈവം, സകലത്തിൻ്റെയും ദൈവം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപയെ അതേ പകർന്നു കൊടുത്ത സ്ഥലമാണ് കാൽവറി മല. അങ്ങോട്ട് നോക്കിയാൽ അവിടെ രക്ഷ ലഭിക്കും. അതേ സീനായിലേക്ക് നോക്കിയാൽ അവിടെ ജീവിക്കുവാൻ പ്രമാണമുണ്ട്. അതേ കർമ്മേലിൽ നോക്കിയാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. മോറിയാമലയിലേക്ക് നോക്കിയാൽ സഹായം തരുന്ന ഒരു ദൈവമുണ്ട്. അവസാനം ഒലിവുമല. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് ഒലിവുമലയിൽ നിന്നാണ്. കർത്താവ് പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരുമായി ഒലിവുമലയിൽ സമയം ചെലവഴിച്ചിരുന്നു. കർത്താവ് രണ്ടാമത് വീണ്ടും വരുന്നത് ഒലിവുമലയെക്കുറിച്ച് സക്രിയ പ്രവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സക്രിയ പ്രവചനം 14-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം, അന്നാളിൽ അവൻ്റെ അതേക്കാൽ കിഴക്ക് യെരുശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ നിൽക്കും, അത് രണ്ടായി പിളരും. ഒലിവുമല എന്താണ് പ്രദാനം ചെയ്യുന്നത്? സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് പോയതുപോലെ തന്നെ വീണ്ടും വരും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒലിവുമല പ്രത്യാശയാണ് പ്രദാനം ചെയ്യുന്നത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് വേഗം വരും, പോയതുപോലെ വേഗം വരും. ആകയാൽ ഈ രാവിലെ സമയം ശാന്തമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ദൈവം പർവ്വതങ്ങളിൽ വസിക്കുന്ന പർവ്വതവാസിയായ യഹോവ, സകലത്തെയും നിയന്ത്രിച്ച് നടത്തുന്ന യഹോവ, സകലത്തിനും മതിയായ യഹോവ, സർവശക്തനായ ദൈവം. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കുന്നു, പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു, എനിക്ക് സഹായം എവിടെ വരും. ആരൊക്കെ പർവ്വതത്തിൽ സമയം ചെലവഴിച്ചോ അവരെല്ലാം അനുഗ്രഹിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഈ രാവിലെ സമയം ആ ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ നോക്കണം. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ ശാന്തമായ പ്രഭാതത്തിനായി സ്തോത്രം. വീണ്ടും തിരുസലേക്ക് അടുത്ത് വരുവാൻ നോക്കണം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സഹായം വരുന്ന പർവ്വതം അവിടെ നിന്നാണ്. അങ്ങയിലേക്ക് നോക്കിയവരാരും ലജ്ജിതരായിട്ടില്ല, അവരുടെ മുഖം വാടിയില്ല. കർത്താവേ, അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന ഘടനായി സ്തുതിക്കുന്നു. സകലതും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുയേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. വിശേഷാൽ നിങ്ങൾ ഹോപ്പ് ചാനലിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ കാലത്തിൻ്റെ അന്ത്യത്തിൽ ഹോപ്പ് ചാനലിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഓരോ പ്രോഗ്രാമും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ആക്കം കൂട്ടണം. കർത്താവിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. അനേക ഭാഷകളിൽ, വിവിധ ഭാഷകളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഈ മീഡിയ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ.